ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 2025 പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന് തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെയും കേൾക്കാം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഇതിനോടകം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത്, അതിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു തരുന്നത് മാത്രമാണ് കേട്ടോ നമ്മുടെ ചാനൽ ചെയ്യുന്നത്. ഇന്ന് സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫെർട്ടിലിറ്റി അഫർമേഷൻ എന്ന് പറയുന്നൊരു ടേം കൊണ്ടും നമുക്കിത് ഉദ്ദേശിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. സാധാരണയായിട്ടൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ. എന്നാൽ പീരിയഡ് ഡേറ്റ് അടുപ്പിച്ചുകൊണ്ട് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അത് പീരിയഡ്സിൻ്റെതായി മാറുന്ന സമയത്ത്, നമ്മൾ പീരിയഡ്സിൻ്റെതാണെന്ന് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മുഖക്കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വയറുവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ പീരിയഡ്സിനെ ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾ പീരീഡിനെ പ്രതീക്ഷിക്കാതിരിക്കുക. കൂടുതലായിട്ടും നമ്മൾ പീരീഡ്സിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് പീരീഡ്സ് ആകാനായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മൈൻഡിലുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരീഡ്സ് ആകുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. പീരീഡ്സ് ആകുന്നതിന് മുൻപ് ഒരു മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇത് പീരീഡ്സിൻ്റെ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ വീട്ടിൽ പറയും, ഇതെങ്ങനെ ഹസ്ബൻഡിനോട് പറയും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ മാസവും വേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ നമുക്കത് ആ ഒരു പ്രഗ്നൻസി ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സ്ട്രെസ് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഹൗ സ്ട്രെസ് അഫക്റ്റ് യുവർ ഫെർട്ടിലിറ്റി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ദൈവം ഇതൊക്കെ നടക്കുമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആക്റ്റീവ് ആകാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഇവിടെ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാൻ സാധിക്കും. അതായത് എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് നല്ല ലൗഡ്ലി പറയുക. ഒരു റൂം അടച്ചിട്ട് നിങ്ങളൊന്ന്, ഞാൻ ഈ വർത്താനം പറയുന്നത് പോലെ, എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാൻ സാധിക്കും. സാധിക്കുമോ എന്നല്ല, സാധിക്കും. നമ്മളവിടെ അടിച്ചാണ് പറയുന്നത്, സാധിക്കും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ വോയിസിനേക്കാളും ഒന്ന് സൗണ്ട് താഴ്ത്തിയിട്ട് ഇത് പറയുക, എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാൻ സാധിക്കും. അത് ഒന്നും കൂടി ഒന്ന് ലോ വോയിസിൽ പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ചുണ്ടുകൾ അനക്കി, എന്നാൽ നമ്മൾ സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള രീതിക്ക് പറയുക, എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാൻ സാധിക്കും. നമ്മുടെ ഒരു ലിപ്സ് അനക്കി സൗണ്ട് പുറത്തേക്ക് വരാത്ത രീതിക്ക് പറയാം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡിൽ പറയാം, എനിക്ക് 2025 തീരുന്നതിന് മുൻപ് അമ്മയാകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളും നമ്മുടെ ആ ഒരു ചുറ്റുപാടും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിൽക്കുക. വേറെ ഒന്നിനെയും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയില്ലേ, ആ രീതിക്ക് ഇരുന്നിട്ട് നിങ്ങളിത് പറയാം. നിങ്ങളിത് പറയും തോറും നിങ്ങളുടെ മനസ്സിനെ ഭയങ്കര ഡീപ്പായിട്ട് നമ്മളിത് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കും, ഇത് നടക്കും, ഇത് നടക്കും, ഞാൻ അമ്മയാകും എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഒരു മെഡിറ്റേഷൻ എഫക്റ്റിൽ, അതായത് ഞാനും എൻ്റെ ദൈവവും, ആ ഒരു രീതിയിൽ ഇരുന്നിട്ട് നമ്മളിത് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു വേർഡും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഗൂസ് ബംസ് വരുന്നത് പോലെ തോന്നും, ഒരു രോമാഞ്ചം വരുന്നത് പോലെ തോന്നും. ഞാൻ അമ്മയാണെങ്കിൽ കൂടി തന്നെ
ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് മുൻപ് ഞാനത് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ജസ്റ്റ് ഒരു ഗൂസ് പംസ്, ഒരു രോമാഞ്ചം, ഇത് സാധിക്കും എന്നുള്ള രീതിക്ക്. എൻ്റെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാണ് കേട്ടോ, പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിൽ വരാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത് നടക്കും. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ മൈൻഡിനെ സെറ്റാക്കി കൊണ്ടുവരിക. ഏറ്റവും ആദ്യം ഒരു ഹാപ്പിയും പീസ്ഫുള്ളും ആയിട്ടുള്ള മൈൻഡാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ ദിവസം ലൈവ് പോയപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഹസ്ബൻഡിനും പ്രശ്നമില്ല, എല്ലാം നോർമലാണ്, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. പകുതി നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ കൊണ്ടും ഒക്കെയാണ് ഈ ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നത്. അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഈ ഒരു ടിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ടിപ്സ് ഫോളോ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സക്സസ് സ്റ്റോറീസ് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ടിപ്സ് ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ചാനലിൽ ഒരു 85,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വരുമാനമൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്കൊന്ന് എൻ്റെ ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള റവന്യൂ മാത്രമേ ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഓവറായിട്ട് എൻ്റെ ഒരു പ്രൊഡക്ട്സ് ഞാനിവിടെ സെല്ല് ചെയ്യുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ടിപ്പ് കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു വെള്ളം കുടിച്ച് ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയെന്ന് അറിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇത് കുടിച്ച് എനിക്ക് പോസിറ്റീവ് ആവുമല്ലേ, ഒരുപാട് പേർക്ക് പോസിറ്റീവായി, അപ്പോൾ ഇത് ആകുമല്ലേ എന്നുള്ള ഒരു വിചാരം നമ്മുടെ മൈൻഡിലോട്ട് വരും. അപ്പം നമ്മളത് കുടിക്കുമ്പോൾ ഇത് കുടിച്ചാകും എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പോസിറ്റീവായി ഇതൊന്നും ഉള്ളിലോട്ട് ഇറക്കി കഴിയുമ്പോൾ ഈ മാസം സക്സസ്ഫുൾ ആവും. അങ്ങനെ ഒരു ഹാപ്പി മൈൻഡ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹാപ്പി മൈൻഡിൽ മാത്രമേ ഒരു ഹാപ്പി പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഹെൽത്തി പ്രഗ്നൻസി നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊരു പ്രഗ്നൻസി നമുക്ക് കിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് നീണ്ടുപോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ 4 സ്റ്റെപ്പായിട്ടുള്ള വേർഡ്സും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 4 തവണ നമ്മൾ ആ ഒരു സൗണ്ട് കുറച്ച് കൊണ്ടുവന്ന് മൈൻഡിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്നത് വരെ ഓരോ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് തന്നെ നടക്കും. നമുക്ക് ഒരുപാട് ഫാസ്റ്റായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു ഇതൊക്കെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നല്ലോണം കഴിക്കാനായിട്ട് നോക്കുക. അപ്പോഴും നമ്മുടെ മൈൻഡ് ഒരുപാട് പോസിറ്റീവായിരിക്കും. ഈ പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും മൈൻഡിൽ നല്ലതുപോലെ അട്രാക്റ്റഡ് ആകും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപും ഈ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കുക. പാർട്ട്നേഴ്സ് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട് പറയുക, ഞങ്ങൾ മാതാപിതാക്കളാകും, അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയും ആകും ഈ 2025 തീരുന്നതിന് മുൻപ്. രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി. ആ പറഞ്ഞ് നിങ്ങൾ ആ ലോ ആയിട്ട് വോയിസ് താഴ്ത്തി കൊണ്ടുവരുന്നിട്ട് ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. നിങ്ങൾ ഭയങ്കര ഫ്രഷ് ആകും. ആ കോണ്ടാക്റ്റിൽ അത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് എൻജോയബിൾ ആയിട്ടുള്ള തരത്തിലോട്ട് അത് മാറും. അത് മാറുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. 2025 തീരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. വെറും 3 മാസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. കാരണം ഹാപ്പി മൈൻഡ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡും സ്ട്രെസ് ഹോർമോൺസും നിങ്ങളെ താഴോട്ട് വലിക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസും ഹാപ്പി തോട്ട്സും നിങ്ങളെ മുകളിലോട്ട് വലിക്കും. അതിലോട്ട് നിങ്ങൾ മാറാനായിട്ട് നോക്കാട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക. ഒരുപാട് പേർക്ക് കൺസീവ് ആകാനായിട്ട് ഈ ടിപ്പ് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ടിപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് ചോദിച്ച മറ്റൊരു സംശയമാണ്, ഞങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് സെർച്ച് ബാറിൽ ദീജോസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അത് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വരുന്നൊരു വീഡിയോ ഉണ്ട്, ഒരു ഗ്രീൻ കളറിൽ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള വീഡിയോ. അതിൽ പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻറ്റയർ മന്ത്സ് ഡേ 1 മുതൽ ലാസ്റ്റ് ഡേ വരെ എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും അതിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസുകളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ടിപ്സ് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.